എന്തായാലും അൻവർ മത്സരിക്കുന്നു എന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. അൻവറിന്റെ വാക്കുകൾക്ക് സ്ഥിരതയില്ല എന്നാണ് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പ്രതികരിച്ചത്. അൻവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കട്ടെ എന്നും വിജയരാഘവൻ പറഞ്ഞു. അൻവർ ഇവിടെ വരുന്നു. ഇപ്പോൾ അൻവറിന്റെ വാക്കുകളാണ്. അൻവറുടെ വാക്കുകളിൽ എപ്പോഴും എന്താണ് പിന്നെ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ഈ വ്യത്യാസങ്ങൾ ഒരുപാട് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. രാവിലെ ഒന്ന് പറയുന്നു, ഉച്ചക്കെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ പോയി ഏതായാലും അവസാനം ഇങ്ങനെ ഒരു പരിണാമം ഉണ്ടെങ്കിൽ അതിനെ നേരിടില്ല. നമ്മൾ അൻവർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു, വരട്ടെ. അപ്പോൾ ഇവിടെ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും മുകളിലെത്തുക രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ നിലപാടുകളിൽ LDFന്റെ നിലപാടുണ്ട്. അൻവറിന് എന്ത് രാഷ്ട്രീയ നിലപാടുള്ളത്? അപ്പോൾ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി മത്സരിച്ചതുപോലെ അല്ലല്ലോ ആ അനുഭവങ്ങളും അതിൻ്റെ പ്രതിഫലനങ്ങളും. അപ്പോൾ അതിലൊന്നും നമ്മളങ്ങനെ വേവലാതിപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. അൻവറിനെ ഇവിടെ നിർത്തുമ്പോൾ ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചേക്കാം. ആ ഘടകങ്ങൾ എല്ലാം തന്നെ UDFന് മറ്റൊരു തരത്തിലാണെങ്കിൽ സഹായകരമായ ഘടകങ്ങളാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും വോട്ട് അൻവറിന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഘടകങ്ങളിൽ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത് ഞങ്ങളെ ബാധിക്കില്ല, UDFനെ നന്നായിട്ട് ബാധിക്കും. സെയ്ഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ് അല്പ സമയം മുൻപാണ് വിജയരാഘവനുമായി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, അൻവറിന്റെ വാക്കിന് സ്ഥിരതയില്ല. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. മറ്റൊന്ന്, അൻവർ മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കട്ടെ എന്ന് അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടെ പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അൻവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അത്ര ലാഘവത്തോടെ കാണാൻ CPM-നും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് അൻവറിന്റെ മത്സര സാധ്യതയുമായി ബന്ധപ്പെട്ട്? വിവിധ ഘടകങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് നമുക്കറിയാമല്ലോ ജിൽസി. ആ ഘടകങ്ങൾ ഇപ്പോൾ അൻവർ മത്സരിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് CPM-ന് ചില സംശയങ്ങളുണ്ട്. ആ വോട്ടുകൾ, പിടിക്കുന്ന വോട്ടുകൾ എങ്ങോട്ടാണ് പോകുന്നത്? അൻവർ പറയുന്നത് 25,000-ൽ പരം വോട്ട് തനിക്ക് പിടിക്കാൻ കഴിയും എന്ന് അൻവർ പറയുന്നുണ്ട്. അതേസമയം തന്നെ ആ 25,000 എന്നുള്ളത് പാർട്ടികൾ കണക്കൂട്ടുന്നു. ഇപ്പോൾ LDF ആയാലും UDF ആയാലും കണക്കൂട്ടുന്ന ഒരു 12,000 മുതൽ 15,000 വോട്ട് വരെ പിടിക്കാം. CPM-ന്റെ കണക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 7,000-7,500 വോട്ട് UDFന്റെ വോട്ടായിരിക്കാം എന്ന് കണക്ക് കൂട്ടുന്നു. 2 പാർട്ടികൾക്ക് നഷ്ടമുണ്ടാകുന്ന തരത്തിലാണ് ആ വോട്ടിങ്ങിന്റെ ഒരു സ്വഭാവം വരിക എന്നാണ് നിലവിൽ ഇവർ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും CPM അൻവറിന്റെ ഇപ്പോഴത്തെ മത്സരിക്കാനുള്ള പ്രഖ്യാപനത്തെ, ആ പ്രഖ്യാപനമാണ് വന്നത്. അത് പ്രാബല്യത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം കഴിയുന്നത് വരെ നോക്കണം. അങ്ങനെ ഇനി അൻവർ മത്സരിച്ചാലും അത് തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന പോലെയല്ല തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അൻവർ മത്സരിക്കുന്നത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയും ഇവിടെ അൻവർ വിജയിച്ചത്. ആ ഘടകം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ അൻവർ മത്സരിക്കുമ്പോൾ ഉണ്ടാകില്ല. എന്തായാലും അൻവർ ഇവിടെ ഒരു ഫാക്ടറായി വരില്ല. ഇവിടെ മത്സരം നടക്കുന്നത് LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ്. അൻവർ ഇവിടെ ഒരു ഫാക്ടറായി വരില്ല എന്ന് പരസ്യമായി പറയുന്നുണ്ട് നേതാക്കന്മാർ. പക്ഷേ അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് 2 മുന്നണികൾക്കും തലവേദന ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ വോട്ട് അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ 2 പാർട്ടികളുടെ അത് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തേനു. പക്ഷേ അൻവർ മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ഏത് പാർട്ടിയിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. വെറും 2,700 വോട്ടിനാണ് കഴിഞ്ഞ തവണ അൻവർ ഇവിടെ വിജയിച്ചത്. അതുകൊണ്ട് ഓരോ വോട്ടും നിർണായകമാണ്. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അത് 2 മുന്നണികൾക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരുപക്ഷെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് CPM കരുതുന്നത് UDF-നാണ്. ജിൽസി.